ഹലോ ഓൾ. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലെ ടൈപ്സ് ഓഫ് ഡോർസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോർസ് ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ലെഡ്ജ്ഡ് ഡോർ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്, ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്, ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്, ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ്, ഗ്ലേസ്ഡ് ഓർ സാഷ് ഡോർസ്, ഫ്ലഷ് ഡോർസ്, ലോവേർഡ് ഡോർസ്, കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർസ്, റിവോൾവിംഗ് ഡോർസ്, റോളിംഗ് സ്റ്റീൽ ഡോർസ്, സ്ലൈഡിംഗ് ഡോർസ്, സ്വിംഗ് ഡോർസ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ലെഡ്ജ്ഡ് ഡോർ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ലെഡ്ജ്ഡ് ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ലെഡ്ജ്ഡ് ഡോർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, കുറേ വെർട്ടിക്കലായിട്ടുള്ള വുഡൻ സ്ട്രിപ്സ് ഉണ്ട് അല്ലേ. സോ വെർട്ടിക്കൽ ബോർഡുണ്ട്, കുറേ വെർട്ടിക്കൽ ബോർഡ്സിനെ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്റൺസ്. എന്ത് വിളിക്കും? ബാറ്റൺസ്. അപ്പോൾ ഫോംഡ് ഓഫ് വെർട്ടിക്കൽ ബോർഡ്സ് നോൺ ആസ് ബാറ്റൺസ്. ഇനി ഈ ബാറ്റൺസിനെ സെക്യൂർ ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്താണ് ഹൊറിസോണ്ടൽ സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ടോപ്പിലും ഉണ്ട്, ബോട്ടത്തിലും ഉണ്ട്, മിഡിലും ഉണ്ട് ഹൊറിസോണ്ടൽ സപ്പോർട്ട്സ്. ഈ ഹൊറിസോണ്ടൽ സപ്പോർട്ട്സിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജസ്. സോ ലെഡ്ജ്ഡ് ഡോർ എന്ന് പറയുമ്പം ബാറ്റൺസ് ഉണ്ട്, ലെഡ്ജസ് ഉണ്ട്. ലെഡ്ജസ് എന്തിനാണ്? ബാറ്റൺസിനെ സെക്യൂർ ചെയ്യാനായിട്ട്. ഇനി ബേസ്ഡ് ഓൺ ദ പൊസിഷൻ നമുക്ക് എന്താണ് ടോപ്പ് ലെഡ്ജ് ഉണ്ട്, മിഡിൽ ലെഡ്ജ് ഉണ്ട്, ബോട്ടം ലെഡ്ജ്. പിന്നെ ബാറ്റൺസിൻ്റെ സൈസ് ഇവിടെ പറയുന്നത് 100 mm to 150 mm വൈഡ് ആൻഡ് 20 mm to 30 mm തിക്കാണ്. ലെഡ്ജസ് ആണെങ്കിലോ 100 mm to 200 mm വൈഡും 30 mm തിക്കും. ഇനി നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡോർ ഏതെന്ന് ചോദിച്ചാൽ ലെഡ്ജ്ഡ് ഡോർ. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് കൂടി ഞാൻ പറയാം. ഇതെല്ലാം നിങ്ങൾ തലയിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഈ 2 പോയിന്റ്സ് ബാറ്റൺസിനും ലെഡ്ജസിനും സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പകരം ലെഡ്ജ്ഡ് ഡോർ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡോർ ആണെന്നുള്ള ഒരു പോയിന്റെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ യൂസ്ഡ് വെയർ സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതും ഈ 2 പോയിന്റ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് സ്ട്രെങ്തും അപ്പിയറൻസും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജ്ഡ് ഡോർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലെഡ്ജ്ഡ് ഡോർസ് തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലെഡ്ജ്ഡ് ഡോറിൽ നമ്മൾ എന്താണ് ഡയഗണൽ മെമ്പേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഡയഗണൽ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രേസസ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? ബ്രേസസ്. അപ്പോൾ പേര് തന്നെ ഉണ്ട്, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ് എന്ന് പറഞ്ഞാൽ അതിൽ ബ്രേസും കൂടി കയറി വരുന്നു. ഓക്കെ, അങ്ങനെ ബ്രേസസിൻ്റെ ഡയമെൻഷൻ 100 mm to 150 mm വൈഡാണ്, 30 mm തിക്കാണ്. ഈ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഡയഗണൽ മെമ്പേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ബ്രേസസ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേസസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് റിജിഡിറ്റി ടു ദ ഡോർ. ഡോറിന് റിജിഡിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ബ്രേസസിൻ്റെ ഫംഗ്ഷൻ. ദെൻ ഡോർസ് ഓഫ് ദിസ് ടൈപ്പ് ആർ യൂസ്ഫുൾ ഫോർ വൈഡ് ഓപ്പണിങ്സ്. വൈഡ് ഓപ്പണിങ്സിനാണ് എന്ത് ചെയ്യുന്നത്, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇനി ബ്രേസസ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് മസ്റ്റ് സ്ലോപ്പ് അപ്വേർഡ് ഫ്രം അപ്വേർഡ്സ് ഫ്രം ദ ഹാങ്ങിങ് സൈഡ്. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് സൈഡ്. ഓക്കെ, ഈ ഹാങ്ങിങ് സൈഡിൽ നിന്നും അപ്വേർഡ് ആയിരിക്കണം ഇതിൻ്റെ സ്ലോപ്പ് വരേണ്ടത്. കാരണം ഈ ബ്രേസസ് എടുക്കുന്നത് എന്താണ്, വർക്ക് ഇൻ കംപ്രഷൻ ആൻഡ് നോട്ട് ഇൻ ടെൻഷൻ. അപ്പോൾ അപ്വേർഡ് സ്ലോപ്പ് കൊടുക്കാൻ കാരണം ഈ ബ്രേസസ് എന്താണ്, കംപ്രഷനിലാണ് വർക്ക് ചെയ്യുന്നത്, നോട്ട് ഇൻ ടെൻഷൻ. അപ്പോൾ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ലെഡ്ജ്ഡ് ഡോർ തന്നെയാണ്, അതിലെന്തെങ്കിലും ഡയഗണൽ മെമ്പേഴ്സ് വരും, അതിനെ നമ്മൾ ബ്രേസസ് എന്ന് വിളിച്ചു. ഈ ബ്രേസസിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് ഗീവ്സ് റിജിഡിറ്റി ടു ദ ഡോർ. ഡോറിന് റിജിഡിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി വൈഡ് ഓപ്പണിങ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡോർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഹാങ്ങിങ് സൈഡിൽ നിന്ന് അപ്വേർഡ് ഇൻക്ലിനേഷൻ ആയിരിക്കും ബ്രേസസ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്. ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ് ഉണ്ട്. ഫ്രെയിം വർക്ക് ഫോർ ഷട്ടർ ഈസ് പ്രൊവൈഡഡ് ടു മേക്ക് ദ ഡോർ സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ ഇൻ അപ്പിയർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ ബാറ്റൺസ്, ഇങ്ങനെ കുറേ ബാറ്റൺസിന് എന്ത് ചെയ്യുന്നു, അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലോവേഴ്സ് നമ്മൾ താഴെയും മുകളിലും ലെഡ്ജസ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഇനി നമ്മൾ പിന്നെ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് എന്ന് പറയുമ്പോൾ ഇതിലെന്താണ് ഡയഗണൽ മെമ്പേഴ്സ് നോണസ് ബ്രേസസ് കൂടെ കൊടുത്തു. ഇനി ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഷട്ടേഴ്സിന് എന്തുണ്ട്, ഒരു ഫ്രെയിം വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഷട്ടേഴ്സ് എന്തുണ്ട്, ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഈ ഡോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രോങ്ങറും അപ്പിയറൻസ് അതിൻ്റെ ബെറ്റർ ആവുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് എന്ത് കൊടുക്കുന്നത്, ഫ്രെയിം വർക്ക് കൊടുക്കുന്നത്. ഇനി അപ്പോൾ ഫ്രെയിം വർക്ക് കൊടുത്ത ഷട്ടറിന് ഫ്രെയിം വർക്ക് കൊടുത്ത സ്ഥിതിക്ക് അവിടെ എന്തോ ഫോം ചെയ്യും, സ്റ്റൈൽസ് ഉണ്ട്. സോ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ 100 mm വൈഡും 40 mm തിക്കുമാണ്. ദെൻ ബാറ്റൺസ് ആൻഡ് ലെഡ്ജസ് ആർ പ്രൊവൈഡഡ് ആസ് യൂഷ്വൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്റൺസ് ആൻഡ് ലെഡ്ജസ് നമ്മൾ കൊടുക്കുന്ന. ഇത് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്. ഇപ്പം 3 പറഞ്ഞ് അതെല്ലാം കൂടെ ഒരുമിച്ച് പറയുവാണ്. അപ്പോൾ ഇതിലെന്തുവാണ്, ഇതിൻ്റെ 3 അഡ്വാൻറ്റേജ് ഇതിനകത്ത് കയറി വരും. എന്താണ്,
കൂടുതൽ ഡ്യൂറബിൾ ആണ്. കാരണം നമ്മൾ ബ്രേസസ് കൊടുക്കുമ്പോൾ എന്താ റിജിഡിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ബെറ്റർ അപ്പിയറൻസും ഡ്യൂറബിലിറ്റിയും ഫ്രെയിംസ് കൊടുക്കുമ്പോഴത്തേക്കും ഡോർ സ്ട്രോങ്ങർ ആവും, അപ്പിയറൻസ് ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി അഡ്വാൻറ്റേജസ് വരും. അപ്പോൾ മോർ ഡ്യൂറബിൾ ആയിട്ടുള്ള ഡോർ കിട്ടും, അതുപോലെ സ്ട്രോങ്ങർ ആയിരിക്കും ഡോറ്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ എക്സ്റ്റേണൽ യൂസിന് നമുക്കിത് അഡോപ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ്. ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് യൂഷ്വൽ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ് ആണ്. ഫ്രെയിം വർക്ക് ഇൻ വിച്ച് പാനൽസ് ആർ ഫിറ്റഡ്. ഓക്കെ, അതിലൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതിലേക്ക് നമ്മൾ എന്ത് പാനൽസിനെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവിടെ ശ്രിങ്കേജിനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് അപ്പിയറൻസും കൊടുക്കും ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ് ആണെങ്കിൽ. ഇപ്പോൾ കൂടുതൽ മോസ്റ്റ് യൂഷ്വൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ്. സിമ്പിളസ്റ്റ് ഫോം ഓഫ് ഡോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെഡ്ജ്ഡ് ഡോർ ആയിരുന്നു. ഇനി ഈ ഫ്രെയിം വർക്ക് കൊടുക്കുന്ന വഴി ശ്രിങ്കേജ് ടെൻഡൻസി നമുക്ക് കുറയ്ക്കാം, അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് അപ്പിയറൻസും കൊടുക്കാം. പിന്നെ തിക്നെസ് ഓഫ് ഷട്ടർ എന്ന് പറഞ്ഞാൽ 30 mm to 40 mm ആണ് വരുന്നത്. തിക്നെസ് ഓഫ് പാൻ എന്ന് പറയുന്നത് 20 mm. ഇനി സ്മോൾ ഓപ്പണിങ്സിനാണെങ്കിൽ നമ്മൾ സിംഗിൾ ലീഫ് ഷട്ടേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാർജ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ഡബിൾ ലീഫ് ഷട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇനി ഗ്ലേസ് ഓർ സാഷ് ഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അഡ്മിറ്റ് മോർ ലൈറ്റ്, കൂടുതൽ ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ ഫുള്ളി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോസ് കൊടുക്കും, അല്ലെങ്കിൽ പാർട്ട്ലി പാനൽഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഗ്ലേസ്ഡ് ഡോസ് നമ്മൾ യൂസ് ചെയ്യും. ഇനി റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ 2:1. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാനുള്ള സ്ഥലത്താണ്. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ എന്ന് പറയുന്നത് തന്നെ എത്രയാണ്? 2:1 ആണ്. ഇനി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ദ വിഡ്ത്ത് ഓഫ് സ്റ്റൈൽ എബോവ് ലോക്ക് റെയിൽ ഇസ് ഡിക്രീസ്ഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റൈലിന് എന്ത് വിളിക്കും? ഡിമിനിഷ്ഡ് സ്റ്റൈൽ അല്ലെങ്കിൽ കൺസ്റ്റോക്ക് സ്റ്റൈൽസ് എന്ന് വിളിക്കും. അപ്പം ഗ്ലേസ്ഡ് പോർഷൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു. സ്റ്റൈൽ എന്തോ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ ഔട്ടർ പോർഷനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ ഔട്ടർ പോർഷൻ. അപ്പോൾ ഈ സ്റ്റൈലിനെ ലോക്ക് റെയിലിന് മുകളിലേക്ക് വരുമ്പോൾ, ലോക്ക് റെയിൽ ഇവിടെ ആയിട്ട് വരും എന്ന് വെച്ചോ. ഓക്കെ, ലോക്ക് റെയിൽ ഈ ഭാഗത്തായിട്ട് വരും. അതിന് മുകളിലേക്ക് ഈ ഒരു സ്റ്റൈലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും ലോക്ക് റെയിലിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമിനിഷ്ഡ് സ്റ്റൈൽ അല്ലെങ്കിൽ കൺസ്റ്റോക്ക് സ്റ്റൈൽ എന്ന് വിളിക്കുക. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഡിമിനിഷ്ഡ് സ്റ്റൈൽ കൊടുക്കുന്നത്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ. ഇത് മറക്കരുത്, 2:1 ആണ് നമ്മുടെ റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഈ ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോർസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്, ഓഫീസ്, ലൈബ്രറീസ്, ഷോറൂംസ്, ബാങ്ക്സിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്ന ഫ്ലഷ് ഡോർ, നമ്മൾ ഈ കാണുന്നതാണ് ഫ്ലഷ് ഡോർ. അപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഓഫ് റെയിൽസിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. റെയിൽസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ നമ്മൾ റെയിൽസ് എന്ന് എന്തുമായിരുന്നു പറഞ്ഞത്? ബൈ ഡെഫിനേഷൻ റെയിൽ എന്തുവാണ്? ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ദ ഷട്ടർ. ഓക്കെ, ഹൊറിസോണ്ടൽ ഈ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് വരുന്നത്, പുറത്തുള്ളത് എന്തുവാണ്? ഫ്രെയിമാണ് അല്ലേ. പുറത്തുള്ളത് ഫ്രെയിമും ഈ അകത്ത് വരുന്ന ഈ പോർഷനാണ് ഷട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ എന്ത് പറയും? നമ്മളതിനെ വിളിക്കുന്ന പേരാണ് റെയിൽസ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഫ്ലഷ് ഡോസിൽ എന്തുണ്ട്? റെയിൽസ് ഉണ്ട്, പിന്നെ സ്റ്റൈൽസ് ഉണ്ട്. അതായത് ഈ ഔട്ടർ വെർട്ടിക്കൽ പാർട്ട് അല്ലേ, ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ ഷട്ടർ, അതിനാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് പ്ലൈവുഡ് ഓർ ഹാർഡ് ബോർഡ്. ഒരു പ്ലൈവുഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്തേക്കാം. 2 വെറൈറ്റിയാണുള്ളത്. ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും ഉണ്ട്, ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറും ഉണ്ട്. ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൈലുണ്ട്, റെയിൽസ് ഉണ്ട്, പിന്നെ ഒരു ഹൊറിസോണ്ടൽ റിബ്സ് ഉണ്ട്, വെർട്ടിക്കൽ റിബ്സ് ഉണ്ട്, പ്ലൈവുഡ് ഉണ്ട്. ഇനി ഈ ഹൊറിസോണ്ടൽ റിബ്സിൽ നമ്മൾ ഹോൾസ് പ്രൊവൈഡ് ചെയ്യും ഫോർ വെന്റിലേഷൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ റിബ്സിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പറഞ്ഞ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറാണ്. അതിലെന്തുണ്ട്? സ്റ്റൈലുണ്ട്, റെയിൽസ് ഉണ്ട്, പിന്നെ ഒരു ലാമിനേറ്റഡ് കോറ് ആൻഡ് പ്ലൈവുഡ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. സോ ഇറ്റ് റിക്വയർസ് മോർ മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ ഫ്ലഷ് ഡോറിൻ്റെ ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ 25 mm to 40 mm ആണ്. ദെൻ ഈ ഫ്ലഷ് ഡോറിൻ്റെ വേറെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് കോമൺ നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ് ഫ്ലഷ് ഡോർസ് ആണ്, എസ്പെഷ്യലി ഫോർ ഇൻറ്റീരിയർ വർക്ക്. പിന്നെ ഇത് കൂടുതൽ എക്കണോമിക്കലാണ്, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്, അപ്പിയറൻസ് ഒക്കെ നല്ലതാണ്, പിന്നെ റീസണബിളി സ്ട്രോങ് ആണ്, മോയ്സ്ചർ ഒന്നും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യത്തില്ല, ടെർമൈറ്റ് പ്രൂഫാണ്, ക്രാക്ക് പ്രൂഫാണ്.
ഇത്രയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് പറയുന്നത് ലോവേർഡ് ഡോസ്. ലോവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുവായിരുന്നു ലോവർ എന്ന് പറയുന്നത്? പീസ് ഓഫ് ടിമ്പർ വിച്ച് ഈസ് ഫിക്സഡ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ. ഓക്കെ, ഇൻക്ലൈൻഡ് പൊസിഷൻ വിത്തിൻ എ ഫ്രെയിം. ഒരു ഫ്രെയിമിനുള്ളിൽ നമ്മൾ ടിമ്പറിനെ ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോവേഴ്സ് എന്ന്. അപ്പോൾ ലോവേർഡ് ഡോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതേപോലെ ലോവേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷട്ടേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? ലോവേഴ്സിനെ കൊടുത്തിട്ട്. അപ്പോൾ ഷട്ടേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ലോവേഴ്സ്. പിന്നെ ലോവേഴ്സ് നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ആറ്റ് സച്ച് ആൻ ഇൻക്ലിനേഷൻ ദാറ്റ് ഹൊറിസോണ്ടൽ വിഷൻ ഈസ് ഒബ്സ്ട്രക്റ്റഡ്. ഹൊറിസോണ്ടൽ വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ലോവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലോവേഴ്സ് എന്ന് പറയുന്നത് മൂവബിളും ആവാം, ഫിക്സഡും ആവാം. ഇനി ഈ ലോവേഴ്സ് ഷട്ടേഴ്സിൽ ലോവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി ഇതെന്ന് പറയുന്നത് ക്ലോസ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? എയറൊക്കെ പാസ് ചെയ്ത് വിടും. അതേസമയം സഫീഷ്യൻറ്റ് പ്രൈവസി അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഈ ലോവർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡസ്റ്റൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം? ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. ദെൻ കൊളാപ്സിബിൾ സ്റ്റീൽ ഡോസ്. ഇതെല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡോറാണ് അല്ലേ, കൊളാപ്സിബിൾ സ്റ്റീൽ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തുണ്ട്? ഒരു മൈൽഡ് സ്റ്റീൽ ഫ്രെയിം ഉണ്ട്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ ഫ്രെയിം ഉണ്ട്. എന്നിട്ട് 2 വെർട്ടിക്കൽ പീസസ് ഓഫ് മൈൽഡ് സ്റ്റീൽ ചാനൽസ്. ഓക്കെ, 2 വെർട്ടിക്കൽ പീസസ് ഓഫ് മൈൽഡ് സ്റ്റീൽ ചാനൽസ് നമ്മൾ എബൌട്ട് 15 mm to 120 mm വൈഡ് ആർ ജോയിൻഡ്. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടുഗദർ വിത്ത് ഹോളോ പോർഷൻ ഓഫ് ചാനൽ ഇൻസൈഡ്. ഇതിൻ്റെ ഹോളോ പോർഷൻ എന്ന് പറയുന്നത് എവിടെ വരും? ഇൻസൈഡ് വരും. ഓക്കെ, ദെൻ എ വെർട്ടിക്കൽ ഗ്യാപ്പ് ഓഫ് എബൌട്ട് 12 mm to 15 mm ഈസ് ദസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇവിടെ എന്താണ്? വെർട്ടിക്കൽ ഗ്യാപ്പ് എത്രയാണ് കൊടുക്കുന്നത്? 12 mm to 15 mm വെർട്ടിക്കൽ ഗ്യാപ്പ് ഉണ്ട്. ഇനി ഈ പീസസ് എല്ലാം നമ്മൾ സ്പേസ് ചെയ്യുന്നത് 120 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ജോയിൻഡ് ടു വൺ അനദർ ബൈ ക്രോസ് ആൻഡ് പീസസ്. ഓക്കെ, ക്രോസ് ആൻഡ് പീസസിൻ്റെ ഡയമെൻഷനും ഇവിടെ പറയുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പഠിക്കാവുന്ന ഒരു ഭാഗമാണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇനി ഈ ഒരു പോയിന്റ് പഠിക്കുക. കൊളാപ്സിബിൾ സ്റ്റീൽ ഡോറിനാണെങ്കിൽ എന്താണ്? ഹിഞ്ചസ് ഇല്ലാണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഹിഞ്ചസ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ഡോർ വർക്ക്സ് വിത്തൗട്ട് ഹിഞ്ചസ് എന്ന് യൂസ് ചെയ്താണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോറാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിക്കണം. ദെൻ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോമ്പൗണ്ട്, ഗേറ്റ്സ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, സ്കൂള്, ഷെഡ്, ഗോഡൗണിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതും കൂടി പഠിക്കുക. Then recommended in situations where light and ventilation are desired even when the opening is closed. ഓക്കെ, നമ്മളിത് എവിടെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ലൈറ്റും വെന്റിലേഷനും കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്ത്. ഓക്കെ, ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് ലൈറ്റും വെന്റിലേഷൻ ആവശ്യമുള്ള സ്ഥലത്താണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന റിവോൾവിംഗ് ഡോർ. ഇതും നമ്മൾ കണ്ടിട്ടുള്ളത് റിവോൾവിംഗ് ഡോർ. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലി പ്ലേസ്ഡ് മുള്ളിയോണുണ്ട്, അല്ലെങ്കിൽ പിവട്ട്. ഓക്കെ, പിന്നെ സർക്കുലർ ഓപ്പണിംഗ്. ഇവിടെ ഒരു സർക്കുലർ ഓപ്പണിംഗ്, അതിൽ സെൻട്രലി പ്ലേസ്ഡ് ഒരു മുള്ളിയോണുണ്ട്. ഓക്കെ, ദ റിവോൾവിംഗ് ഷട്ടേഴ്സ് വിച്ച് ആർ 4 in number ആർ റെഡിലി അറ്റാച്ച്ഡ് ടു ദ പിവട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ഷട്ടേഴ്സ് എന്ന് പറയുന്നത്, റിവോൾവിംഗ് ഷട്ടേഴ്സ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മുള്ളിയോണിലേക്ക് അല്ലെങ്കിൽ പിവട്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ട്രാഫിക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഷട്ടേഴ്സിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഓപ്പണിംഗ് ക്യാൻ ബി ലോക്ക്ഡ് വെൻ നോട്ട് ഇൻ യൂസ്. ഇത് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും. ഇനി റിവോൾവിംഗ് ഡോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എൻട്രൻസും എക്സിറ്റും സൈമൾട്ടേനിയസ് ആയിട്ട് അതുവഴി നടക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വിൻഡിന് എഗൈൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ തരും. പിന്നെ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ബിൽഡിംഗ്സ് വേ ദർ ഇസ് ഹെവി റഷ് ഓഫ് ഫുഡ് ട്രാഫിക് ആൻഡ് ആൾസോ ഫോർ എയർ കണ്ടീഷൻഡ് ബിൽഡിംഗ്. അവിടെ എന്താണ് കൂടുതൽ ഫുഡ് ട്രാഫിക്കിന് ഹെവി റഷ് ഉണ്ടെങ്കിലും പിന്നെ എയർ കണ്ടീഷൻഡ് ബിൽഡിങ്സിലാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദെൻ റോളിംഗ് സ്റ്റീൽ ഡോസ്. ഇതും നമ്മൾ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇതിലെന്തുണ്ട്? ഒരു ഫ്രെയിം ഉണ്ട്. ഓക്കെ, ഒരു ഫ്രെയിം ഉണ്ട്, ഒരു ഡ്രം ഉണ്ട്, ആൻഡ് എ ഷട്ടറാണ് ഈ കാണുന്നത്. ഓക്കെ, തിൻ സ്റ്റീൽ പ്ലേറ്റ്സ് ഓഫ് അയൺ ഷീറ്റ്സ് ഓഫ് തിക്നെസ് എബൌട്ട് 1 mm. അപ്പോൾ ഈ ഷട്ടറിൻ്റെ തിക്നെസ് എത്രയാണ്? ഇറ്റ് ഈസ് 1 mm. ഇനി ഗ്രൂവ്സ് ഓഫ് എബൌട്ട് 25 mm തിക്നെസ് ആർ ലെഫ്റ്റ് ഇൻ ദ ഫ്രെയിം. അപ്പോൾ ഈ ഫ്രെയിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് 25 mm ആണ്. ഡയമീറ്റർ ഓഫ് ഡ്രം എന്ന് പറയുന്നത് 200 mm to 300 mm ആണ്. ദെൻ ഇതെവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഗ്യാരേജസ്, ഷോറൂംസ്, ഷോപ്സ്, ഗോഡൗൺസ്, ഫാക്ടറി ബിൽഡിങ്ങിലൊക്കെയാണ് റോളിംഗ് സ്റ്റീൽ ഡോർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പുൾ പുഷ് ടൈപ്പ് ഷട്ടേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ഷട്ടേഴ്സ് ഉണ്ട്. പുൾ പുഷ് ടൈപ്പ് ഷട്ടേഴ്സ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഏരിയ ഗ്രേറ്റർ ദാൻ 10 m² ആണെങ്കിലാണ് പുൾ പുഷ് ടൈപ്പ് ഷട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് 240 Nm/m². ദെൻ മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ഷട്ടേഴ്സ് ഉണ്ട്. അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഗ്രേറ്റർ ദാൻ 10 m² ആണെങ്കിലാണ് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ഷട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. തിക്നെസ് ഓഫ് ഷട്ടർ എന്ന് പറഞ്ഞാൽ 1.25 mm. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 280 Nm/m². ദെൻ സ്ലൈഡിംഗ് ഡോസ് ഉണ്ട്. സ്ലൈഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്ലൈഡിങ് ഡോസ് ഈ കാണുന്നതാണ് സ്ലൈഡിങ് ഡോർ. അതായത് നമുക്ക് എന്താണ് ഷട്ടർ സ്ലൈഡ്സ് ഓൺ ദ സൈഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റണ്ണേഴ്സ് ആൻഡ് ഗൈഡിൻ്റെയും റണ്ണേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ഷട്ടേഴ്സ് എന്ത് ചെയ്യും സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് സമയത്ത് പ്രത്യേകിച്ച് ഒബ്സ്ട്രക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻട്രൻസ് ഓഫ് ഗോഡൗൺസ്, ഷെഡ്സ്, ഷോപ്സ്, ഷോറൂംസ് അവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വിംഗ് ഡോർസ്. സ്വിംഗ് ഡോർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. ഇതെന്ന് പറഞ്ഞാൽ സ്വിംഗ് ഡോർസിൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്പെഷ്യൽ ഹിഞ്ചസ് നോൺ ആസ് ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ചസ്. ഓക്കെ, ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ചസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് സ്വിംഗ് ഡോർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. സ്വിംഗ് ഡോർസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹിഞ്ച് ഏതാണ്? ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി ടൈപ്സ് ഓഫ് ഡോർസ്. നമുക്ക് ഇനി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എന്താണ് വിൻഡോസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.